ആശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയനാദം. സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് രാവിലെ സന്തോഷത്തോടെ ഈ ഭൂമുഖത്ത് ഉണർന്നെഴുന്നേൽപ്പാൻ ദൈവം നമ്മെ ഇടയാക്കി. ദൈവത്തിന് നന്ദി പറയാം. ലോകം മുഴുവൻ നാം നോക്കുമ്പോൾ ഒരു ഗ്ലോബൽ വില്ലേജായി മാറിക്കഴിഞ്ഞു എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെയുള്ളതായ ഒരു സംവിധാനം ഇല്ലായിരുന്നു. നമ്മുടെ ഏഷ്യയിലിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം യൂറോപ്യൻ രാജ്യങ്ങൾ, അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങൾ, അമേരിക്ക, അങ്ങനെയുള്ളതായ രാജ്യങ്ങളൊക്കെ വളരെ വിദൂരതയിലുള്ള രാജ്യങ്ങളായിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്നങ്ങനെയല്ല. വളരെ അടുത്തുള്ളതായ സ്ഥലങ്ങളായി നാം മനസ്സിലാക്കുന്നു. ഭൂഗോളത്തിൻ്റെ മറുഭാഗത്തിരിക്കുന്നവർ വാസ്തവത്തിൽ നമ്മുടെ വീട്ടിലിരിക്കുന്നവരെ പോലെ തന്നെയാണ് നാം ചിന്തിക്കുന്നത്. നാം അവരുമായി നിരന്തരമായി ആശയവിനിമയം ചെയ്യുന്നു, മുഖം കണ്ടുകൊണ്ട് സംസാരിക്കുന്നു, ഇടയ്ക്കിടെ അവിടേക്ക് യാത്ര ചെയ്ത് അവരോടൊപ്പം താമസിക്കുന്നു, അവരിവിടേക്ക് വരുന്നു. ഇതെല്ലാം നോക്കുമ്പോൾ നമ്മുടെ ലോകം ഒരു ഗ്ലോബൽ വില്ലേജായി മാറിക്കഴിഞ്ഞു എന്നുള്ളതിൽ തർക്കമില്ല. പണ്ടൊക്കെ ഗൾഫിലേക്കോ അമേരിക്കയിലേക്കോ മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്കോ ഒക്കെ പോകുമ്പോൾ അവർ ദീർഘനാളേക്ക് നമ്മുടെ അരികിൽ നിന്ന് വിട്ടുപോയതായി ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകുമായിരുന്നു. ഇനിയും ദീർഘനാളുകൾക്ക് ശേഷമേ അവരെ കാണാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതായ ഒരു ചിന്ത നമ്മെ വല്ലാതെ അലട്ടിയിരുന്നു. എന്നാൽ ഇപ്പോഴങ്ങനെയല്ല. നമ്മുടെ ഒരു വീടിൻ്റെ ഒരു മുറിക്കുള്ളിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് പോകുന്നത് പോലെ മാത്രമേ ഇത് നമുക്ക് അനുഭവപ്പെടാറുള്ളൂ. ഇന്ന് പോകുന്നവർ ഏതാനും ചില ദിവസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും മടങ്ങിയെത്തുന്നു. അതുപോലെ നാം തുടർച്ചയായി കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ പോകുന്നവരൊക്കെ വളരെ വിദൂരതയിലേക്ക് പോകുന്നു എന്നൊരു ചിന്ത പോലും നമ്മെ അലട്ടാറില്ല. വിശുദ്ധ ബൈബിൾ ഇത് വളരെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ പ്രവചിച്ചിരുന്നതായ ഒരു കാര്യമാണ്. അതായത് ഈ ലോകം മുഴുവനും ഒരു ഭരണാധികാരിയുടെ കീഴിലേക്ക് വരും. ആ ഭരണാധികാരിയെ ആൻറ്റി ക്രൈസ്റ്റ് അഥവാ എതിർ ക്രിസ്തു എന്ന് വിശേഷിപ്പിക്കപ്പെടും. തിരുവെഴുത്ത് വ്യക്തമായ തെളിവുകൾ ഈ കാര്യത്തിന് നൽകുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മധ്യാകാശത്തിലേക്കുള്ള മടങ്ങിവരവിനെ തുടർന്നാണ് ഈ ഭരണം ആരംഭിക്കുന്നത്. 7 വർഷക്കാലം ഈ ഭരണം നീണ്ടു നിൽക്കും. ഈ കാലഘട്ടത്തെ മഹോപദ്രവകാലം എന്ന് വേദപഠിതാക്കൾ വിശേഷിപ്പിക്കുന്നു. ഇതിൻ്റെ അവസാനത്തെ 3.5 വർഷക്കാലത്തെ മഹാപീഡനകാലം എന്നും അറിയപ്പെടുന്നു. ഇസ്രായേൽ ജാതിക്ക് ഇത് അതിഭയങ്കരമായ പീഡനത്തിൻ്റെ കാലഘട്ടം കൂടെയാണ്. ഇസ്രായേൽ ജാതിക്ക് മാത്രമല്ല, ആ സമയത്ത് ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യർക്കും ഇതൊരു മഹാപീഡനമായി തന്നെ അനുഭവപ്പെടും. വിശുദ്ധ ബൈബിളിലെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകം പറയുന്നത് ആ കാലഘട്ടം പൂർണ്ണമായും ഒരു കമ്പ്യൂട്ടർ വൽകൃത കാലഘട്ടമായിരിക്കും എന്നത്രേ. ആ കാലത്തിൻ്റെ മറ്റു ചില പ്രത്യേകതകൾ കൂടെ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ആ സമയത്ത് ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻ നടക്കുന്നതായ ഒരു സമയം, അതേപോലെ തന്നെ നെറ്റിമേലോ കൈമേലോ മൈക്രോ ചിപ്പുകൾ വയ്ക്കുന്നതായ ഒരു കാലഘട്ടം. അങ്ങനെ മൈക്രോ ചിപ്പുകൾ ഇല്ലാത്ത വ്യക്തിക്ക് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാൻ സാധ്യമല്ലാത്തതായ ഒരു കാലഘട്ടം. റോബോട്ടുകൾ വളരെയധികം ഉപയോഗിക്കപ്പെടുന്നതായ ഒരു കാലഘട്ടം. ഒരു ഏകലോക ഭരണാധികാരി ഉണ്ടാകും എന്ന് തിരുവെഴുത്ത് പറയുമ്പോൾ ഇതുവരെയും ലോകം അത് വിശ്വസിച്ചില്ല. ദൈവമക്കളല്ലാതെ ആരും ഇത് വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ അടുത്ത സമയത്ത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന എലോൺ മസ്കിനെ പറ്റിയുള്ളതായ കാര്യങ്ങൾ ലോകം ചർച്ച ചെയ്തു തുടങ്ങുമ്പോൾ എല്ലാവരും ഒരുപോലെ പറയുന്നു, ഒരു ഏകലോക ഭരണാധികാരി അധികം താമസിയാതെ ലോകത്തിൽ എഴുന്നേറ്റ് വരും എന്നുള്ളതായ വസ്തുത. ഇങ്ങനെ മഹോപദ്രവകാലം ലോകത്തിൽ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യം നടക്കേണ്ടതായിട്ടുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവാണ്. യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും തൻ്റെ സന്നിധിയിലേക്ക് ചേർക്കേണ്ടതിന് കർത്താവ് വേഗം മടങ്ങി വരുന്നു. ദൈവവചനം ഇങ്ങനെ പറയുന്നു, ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. ഈ കർത്താവിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുക, അല്ല എങ്കിൽ താങ്കൾ ന്യായവിധിക്കായി വിടപ്പെടും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഒരു ഏകലോക ഭരണാധികാരി ഉണ്ടാകുമെന്നും
ഒരു മഹാപീഡനകാലം ലോകത്തിൽ സംഭവിക്കുവാൻ പോകുന്നുവെന്നും ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു. ഇത് അന്ത്യകാലമാണെന്നറിഞ്ഞ് അവിടുത്തെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി ഈ ശുശ്രൂഷയെ സംബന്ധിച്ച എല്ലാവരും കർത്താവെ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുവാനും അവിടുത്തെ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുവാനും ന്യായവിധിയിൽ നിന്ന് വിടുവിക്കപ്പെടുവാനും അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്വർഗീയ നാദം, ദ ഹെവൻലി വോയിസ്. അവൻ രാജനായി വീണ്ടും വരുന്നവനാം, എന്നെ ചേർക്കുവാൻ വേഗം വെളിപ്പെടുന്നു. എന്റെ ന്യൂനതകൾ എല്ലാം നീക്കുമവൻ, തന്റെ രാജ്യമതിൽ നിത്യം വാഴുവാനായി. അവൻ വാക്കുമാറാത്തവൻ ദൈവം, എല്ലാം വാക്കിനാൽ നിർമ്മിച്ച ദൈവം. ഭൂവിൽ വാർത്തയായി വന്നവൻ ദൈവം,